ഹലോ, നമസ്കാരം. നിങ്ങളോട് എനിക്കിന്നൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. അതെ, നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. എൻ്റെ അനിയൻ്റെ ഭാര്യ പ്രസവിച്ചു കേട്ടോ. 39 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലൊരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുവാണ്. എൻ്റെ അനിയൻ ജനിച്ചതിന് ശേഷം ഈ കുടുംബത്തിൽ ആൺകുഞ്ഞുങ്ങളെ ജനിച്ചിട്ടില്ല കേട്ടോ. അവന് 39 വയസ്സായി. അതിന് ശേഷം ജനിക്കുന്നത് ഇപ്പോൾ അവൻ്റെ കുഞ്ഞാണേ. എനിക്ക് ജനിച്ചതും ഒരു പെൺകുഞ്ഞാണ്. എൻ്റെ അനിയത്തിക്ക് ജനിച്ചതും ഒരു പെൺകുഞ്ഞാണ് കേട്ടോ. 11-ാം തീയതിയാണ് അവൻ്റെ ഭാര്യ പ്രസവിക്കുന്നത്. നമുക്ക് 11-ാം തീയതി പോകാൻ പറ്റിയില്ല. 12-ാം തീയതിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയാണുള്ളത്. അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങണുണ്ട്. അവൻ തലേന്നൊക്കെ ഉറക്കമില്ലാതെ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ പോകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചതും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വാരിക്കെട്ടി എല്ലാം കൂടെ കൊണ്ടുപോവുകയാണ് കേട്ടോ. 11-ാം തീയതി നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മളിവിടെ അന്ന് ഇവൾക്ക് പ്രസവം നടക്കുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ തമിഴ്നാട്ടിൽ വാവൂരി ചന്തയെന്ന് പറഞ്ഞിട്ടൊരു ചന്തയുണ്ട് കേട്ടോ. വാവിനോട് അടുപ്പിച്ച് നടത്തുന്ന ഒരു ചന്തയാണ് വാവൂരി ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി ദൂരം പോയപ്പോഴത്തേക്കാണ് പറയുന്നത്, ഇവൻ വിളിച്ചു പറയുന്നത് സിസേറിയൻ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സിസേറിയൻ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഉറപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ പകുതി ദൂരം വന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് നമ്മൾ ചന്തയിൽ എത്താറായപ്പോഴത്തേക്ക് ഇവൻ പറയുവാണ് സിസേറിയൻ ചെയ്തു, കുഞ്ഞാണാണെന്ന്. അപ്പോൾ നമുക്ക് പിന്നെ പറഞ്ഞു ഇന്ന് വരണ്ട, ആർക്കും കുഞ്ഞിനെ കാണിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു, ICUവിലാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു അന്ന് പോയാലും കുഞ്ഞിനെയും കാണാൻ പറ്റില്ല, അമ്മയും കാണാൻ പറ്റില്ല, വെറുതെ എന്തിനാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോയില്ല കേട്ടോ. ഇന്നും 12-ാം തീയതിയും കുഞ്ഞിനെ കാണിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു ആൺകുഞ്ഞല്ലേ, നമുക്ക് കാണാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു നമുക്ക് അല്പം ഒന്ന് കണ്ടാൽ മതി, നമ്മൾ വെളിയിൽ നിന്ന് കണ്ടിട്ട് പോകാം, അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പേരും കൂടെ ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്കാണെങ്കിൽ ഈ ആൺകുഞ്ഞുങ്ങളോട് തോന്നിയ ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ കിച്ചു, എൻ്റെ മോള്, അവളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴേ, എൻ്റെ കിച്ചുവിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴേ ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു ആൺകുഞ്ഞായിരിക്കണമെന്ന്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ 2004 എൻ്റെ കല്യാണം. അപ്പോൾ 2005 കുഞ്ഞ് എനിക്ക് മോൾ ജനിക്കുന്നത്. അപ്പോൾ 2002 2003 ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ദൂരദർശനിൽ ഒരു LG TVയുടെ പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൺകുഞ്ഞുണ്ട് ആ പരസ്യത്തിൽ. അപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്ത ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കേട്ടോ ആ കുഞ്ഞിനോട്. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരു ആൺകുഞ്ഞായിരുന്നെങ്കിൽ എന്ന് വെച്ച് എനിക്ക് പെൺകുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് എനിക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം അവളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ കൈ ഒടിഞ്ഞ് കിടക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കും ഹോസ്പിറ്റലിൽ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ മോളാണ്. എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ അവൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവളാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരാശ്വാസമുണ്ട് കേട്ടോ. പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞിനെ ഇതാ കൊണ്ടുവരുവാണ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒരല്പം ഒന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നേഴ്സ് വഴക്കുമായി. അതുകൊണ്ട് ശകലം കാണിച്ചു തന്നതേ ഉള്ളൂ. എന്നിട്ട് അവരകത്ത് കൊണ്ടുപോയി നമ്മൾ വെളിയിൽ നിന്ന് കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ വെളിയിലിറങ്ങി നമുക്ക് നേരെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്രയെങ്കിലും കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സമാധാനം. നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന എൻ്റെ അനിയൻ്റെ കുഞ്ഞല്ലേ. എൻ്റെ അനിയൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞല്ലേ, വേറൊരു കുടുംബത്തിലോട്ട് പോകേണ്ടതുമല്ലല്ലോ. അവൻ നമ്മുടെ കുടുംബത്തിൽ നിൽക്കേണ്ടതില്ല, നമ്മുടേത് തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പേരാണ് ഇട്ടത്. ഞാൻ പറഞ്ഞ പേര് സാരംഗ്, വീട്ടിൽ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് അൻപ്. അപ്പോൾ അങ്ങനെ 2 പേരാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അവനെയൊക്കെ കണ്ടിട്ട് നമ്മൾ വെളിയിലിറങ്ങി. ഇനിയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് കാണാൻ നമ്മുടെ വീട്ടിലല്ല കൊണ്ടുപോകുന്നത്, അവളുടെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണാം. പിന്നെ ഇവിടെയാണ് എന്നെയും എൻ്റെ അനിയത്തിയെ ഇവിടെയാണ് കേട്ടോ പ്രസവിച്ചത്. ഈ പാറശാല ഹോസ്പിറ്റലിലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. എൻ്റെ അനിയൻ്റെ ഭാര്യയും പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ പ്രസവിച്ചത്. അപ്പോൾ എൻ്റെ അനിയനെയും എൻ്റെ അനിയത്തിയെയും എന്നെയും അമ്മ പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. അതിൻ്റെ ഒരു നെസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്, പാറശാല ആശുപത്രിയുടെ അടുത്താണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്നതും ഇവിടെയൊക്കെ തന്നെ.
അങ്ങനെ നമ്മളതൊക്കെ കണ്ടിട്ട് ഓട്ടോയിലാണേ നമ്മൾ വന്നത്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ അവിടെ ഒരു നാരകമാണോ ഓറഞ്ചാണോ എന്നറിയില്ല അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇവരെല്ലാം പറിച്ച് പറക്കി എടുക്കുകയാണ്. കുഞ്ഞാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണെങ്കിൽ കിച്ചു ആണെങ്കിൽ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെയൊക്കെ കാണാമെന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.